എന്താ സാറേ ഒരു മൂഡ് ഔട്ട്? കേസ് തുടങ്ങണ്ടേ? എടോ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത തനിക്ക് അറിയാവോ? ലെറ്റ് മീ ഗസ്. യുവർ വൈഫ്സ് ബർത്ത്ഡേ? സാറ് വിഷയം മറന്നല്ലേ? നോ, അങ്ങനെ വല്ലതും സംഭവിച്ചിരുന്നേ ഈ ചർച്ച നടക്കുന്നത് ICUലായിരുന്നു തന്നെ. ദിസ് ഈസ് എ ബർത്ത്ഡേ ദാറ്റ് വി ഓൾ ഷുഡ് ബി പ്രൗഡ് ഓഫ്. ബർത്ത്ഡേ ഓഫ് ദ ഇൻട്രാ ഓക്കുലർ ലെൻസ്. മഹാനായ ഡോക്ടർ ഹാരോൾഡ് റിഡ്ലി ആദ്യത്തെ IOL ഇംപ്ലാന്റ് ചെയ്തതിന്റെ 75ാം വാർഷികമാണോ ഇന്ന്? കൊള്ളാം. എന്നിട്ടാണോ സാർ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണ്ടേ സാർ? എടോ, ഞാനേ കണ്ണോപ്പറേഷൻ ചെയ്യാൻ തുടങ്ങിയിട്ട് 30 വർഷമാകുന്നു. 10,000 IOL ഇട്ടു. എത്രയോ പേർക്ക് കാഴ്ച കൊടുത്തു. എന്നിട്ടും എന്താ സാർ പറയൂ. എനിക്കൊന്നും ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ലടോ, ഒരു മുട്ടുസൂചി പോലും. അങ്ങനെ പറയരുത് സാർ. ഞങ്ങൾ ആരും കാണാത്ത പലതും സാർ കണ്ടുപിടിക്കുന്നുണ്ട്. നമ്മുടെ സെലീന മാഡം മുടി സ്ട്രെയിറ്റൻ ചെയ്തത് ആദ്യം കണ്ടുപിടിച്ച സാറല്ലായിരുന്നോ? അതുപോലെ ENTയിലെ ഷൈനി സിസ്റ്റർ. വായടക്കടോ. സർജിക്കൽ കണ്ടുപിടുത്തങ്ങളെ പറ്റിയാ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റിഡ്ലി IOL ഇട്ട പോലെ എന്തെങ്കിലും പുതുതായി ചെയ്യണം എനിക്ക്. അറ്റ്ലീസ്റ്റ് ഒരു പുതിയ ടൈപ്പ് ബ്ലോക്ക് എങ്കിലും. സർ, നമുക്ക് കണ്ടുപിടുത്തങ്ങൾ നടത്താൻ പറ്റാത്തതിന്റെ കാര്യം ഇവിടുത്തെ സ്റ്റുഡൻസും ഇന്റേൺസുമാണ്. അതെങ്ങനെ? സർ, റിഡ്ലി അന്നിട്ട് IOLന്റെ ശരിക്കുള്ള ക്രെഡിറ്റ് ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് ചോദിച്ച ചോദ്യത്തിനാണ്. അതൊക്കെ ഞാനും കേട്ടിട്ടുള്ളതാ. മാറ്റിയ തിമിരത്തിന് പകരം വേറെ ലെൻസ് വെക്കാത്തത് എന്താണെന്ന ചോദ്യമല്ലേ? അതെ, അത് തന്നെ. അതാണ് സർ ദ റിയൽ റിഡ്ലി മൊമെന്റ്. പക്ഷെ ഇവിടുത്തെ സ്റ്റുഡൻസോ ഇന്റേൺസോ അങ്ങനെ ഒന്ന് ചോദിച്ചിട്ടുണ്ടോ? നമുക്കൊരു റിഡ്ലി മൊമെന്റ് അവർ തന്നിട്ടുണ്ടോ? ഇല്ല. ഒറ്റ ഒരെണ്ണം വാ തുറക്കാറില്ലല്ലോ. അതാ പ്രശ്നം. സാറും തുറക്കാറില്ലല്ലോ. എന്ത് വായേ? അവരെ കാണുമ്പോൾ സാർ ഒരുമാതിരി മസിലും പിടിച്ച് മൂങ്ങ പോലിരുന്ന ഒറ്റ ഓപ്പറേഷൻ അല്ലേ? പിന്നെ എങ്ങനെ അവർ ചോദ്യങ്ങൾ ചോദിക്കും? സാറേ, നമ്മൾ അവരുടെ ചിന്തകളെ ഉദ്ദീപിപ്പിക്കണം. അവരുടെ മസ്തിഷ്കങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി വിസ്ഫോടനങ്ങൾ സൃഷ്ടിക്കണം. എടോ, താൻ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ പറ. സാർ അവരെ അടുത്ത് വിളിച്ച് സർജറി സ്റ്റെപ്സ് ഒക്കെ നല്ല ഡീറ്റെയിൽ ആയി ഇൻട്രസ്റ്റിംഗ് ആയി പറഞ്ഞു കൊടുക്കണം. കുറെയൊക്കെ ഡ്രമറ്റൈസ് ചെയ്യണം സർ. അപ്പൊ അവർക്കും ഒരു കണക്ഷൻ വരും. അവർ കാര്യങ്ങൾ ശ്രദ്ധിക്കും, നല്ല ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങളിൽ നിന്ന് മറ്റൊരു റിഡ്ലി മൊമെന്റ് ജനിക്കും. കണ്ടുപിടുത്തങ്ങൾ പിറക്കുമോ? പിറക്കും സർ. അങ്ങനെ ഞാനും ഒരു റിഡ്ലി ആവും സർ. എവിടായിരുന്നു താൻ ഇതുവരെ? സർ, ഫസ്റ്റ് പേഷ്യന്റ് ബ്ലോക്ക്ഡ് ആൻഡ് റെഡി. ആ വലിയ വയറുള്ള അപ്പച്ചനാണേ. ഏത് വയറും എനിക്ക് പുല്ലാണ് സിസ്റ്ററെ. കമാൺ. പുതിയ മുഖം, ഇനിയൊരു പുതിയ മുഖം, പലതും കണ്ടുപിടിക്കും മുഖം. So now for the scene 2, the name of our skit is The Amazing Ritley Moment. Forgot to tell you that. So please enjoy the second scene where we show the actual surgery. Sister, let's begin. Where are the students? Call them. സ്റ്റുഡൻസ് ആണ് എന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്. ആ ചീഫ് ഡോക്ടർ എവിടെ? ഞാൻ അങ്ങേരെ കൊണ്ട് ഓപ്പറേഷൻ ചെയ്യാനാണ് ഇവിടെ വന്നത്. സമാധാനപ്പെടപ്പച്ച. ദേ, സാറ് തന്നെ ഓപ്പറേഷൻ ചെയ്യുന്നേ. സ്റ്റുഡൻസിനെ ഇതൊക്കെ കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കാനായി അന്വേഷിച്ചതാ. എനിക്ക് വിശ്വാസമില്ല. ഈ തുണിയിട്ട് മുഖം മൂടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയാൻ വയ്യ. തുണിയില്ലാതെ ഓപ്പറേഷൻ ചെയ്താൽ മതി. അമ്മാവ, ഡോണ്ട് വറി. ഞാൻ മാത്രമേ അമ്മാവന്റെ കണ്ണിൽ തൊടുള്ളൂ. പക്ഷേ ഈ തുണി ഒഴിവാക്കാൻ പറ്റില്ല. എന്നാ പിന്നെ വേറെ തുണിതാ. ഇതിന് ഒരു കണ്ണിന്റെ സ്ഥാനത്ത് മാത്രമേ ഓട്ടയുള്ളൂ. ഭീകരന്മാരുടെ തലം പോടുന്ന തുണിക്ക് പോലും ഉണ്ട് 2 ഓട്ട. ഓക്കെ, അമ്മാവൻ കിടന്നേ. എല്ലാം ശരിയാക്കി തരാം. റീഡ്. അമ്മാവ ഒരു 10 മിനിറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. സാർ, പിന്നെ ഇന്ന് സ്റ്റുഡൻസ് ഇല്ല, അവർക്ക് എക്സാം ആണ്. റൈറ്റ്, ഞാനത് മറന്നു. ഇന്ന് ഹൗസ് സർജൻസ് ആകട്ടെ സാറിന്റെ ഇരകൾ. അയ്യോ അപ്പച്ച, അനങ്ങാതെ കിടന്നേ. കൈ പുറത്തെടുക്കാൻ പാടില്ല. എനിക്ക് മൂക്ക് ചൊറിയണം. അയ്യോ പറ്റില്ല അപ്പച്ച. ഇവിടെ എല്ലാം അണുവിമുക്തമാക്കിയിരിക്കുന്ന സ്ഥലമാണ്. കൈ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ല.
പിന്നെ എങ്ങനെ ചൊറിയും? അതിനല്ലേ ഞങ്ങള് ഈ ഓപ്പറേഷൻ തീരുന്നത് വരെ ചൊറിച്ചിൽ, ഒഴിച്ചിൽ, പിഴിച്ചിൽ മുതലായവ ഞങ്ങൾ തന്നെ ചെയ്തു തരും. ഏത് വേണമെന്ന് പറഞ്ഞാ മതി. കറക്റ്റ്. മൂക്കല്ലേ ചൊറിയുന്നത്? ഇപ്പൊ ശരിയാക്കി തരാം. ശരിയായില്ലേ? ഹായ് സർ, ഞാൻ സ്വന്തമായിട്ട് ചൊറിഞ്ഞാൽ പോലും ഇത്രയും ഒരു സുഖം കിട്ടൂല. സാറിന് നല്ല കൈപുണ്യമാണ്. ആ വയറൂടെ ഒന്ന് ചൊറിഞ്ഞു തരാമോ? ഈ വയറിന്റെ എവിടെന്ന് വെച്ചിട്ടാ? ഇതിങ്ങനെ ഹിമാലയം പോലെ കിടക്കുകയാണല്ലോ അപ്പൂപ്പ. ഇതൊന്ന് കുറയ്ക്കാൻ ശ്രമിക്കണം കേട്ടോ. ഇപ്പൊ തന്നെ വേണോ ഡോക്ടറെ? ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പോരെ? ഓ മതി, പറഞ്ഞതേ ഉള്ളൂ. ആട്ടെ, വയറിന്റെ എവിടെയാ ചൊറിയേണ്ടത്? തെക്ക് കിഴക്കേ മൂലയിൽ. എവിടെ? ആ തെക്ക് കിഴക്കേ മൂലയിൽ. തെക്ക് എവിടെയാ ഗൈസ്? കിഴക്കോ? ഇനി ഒന്നും നോക്കണ്ട, എല്ലാ മൂലയും ചൊറിഞ്ഞൂടെ. ഇപ്പൊ ഓക്കെ ആയ അമ്മാവാ? അയ്യോ അയ്യോ അമ്മേ, ഞാനിപ്പോ ചാവുവേ. അയ്യോ, എന്തു പറ്റി? അയ്യോ അയ്യോ പിടിച്ചേ, അയ്യോ പിടിച്ചു. ഇല്ലപ്പച്ച, ആരും അപ്പച്ചനെ പിടിച്ചിട്ടില്ല. മസില്, കാലിലെ മസില് പിടിച്ചു. അയ്യോ മടക്കണം, കാല് മടക്കണം. അപ്പച്ചൻ മടക്കിക്കോ. എനിക്ക് തന്നെ മടക്കായിരുന്നില്ല. നിന്നോടൊക്കെ പറയോ കൊച്ചേ? ഒന്ന് പിടിച്ച് മടക്കണ്ടേ സിസ്റ്ററെ? ഏത് കാലാ അപ്പച്ച? അതൊന്നും നോക്കണ്ട, രണ്ടും മടക്കിക്കോ. ശരിയായോ അപ്പച്ച? ഇല്ല, ഇനി 10 മിനിറ്റ് തിരുമണം. ഒന്ന് തിരുമി താടി കൊച്ചേ. ആ കാലിൽ ഒരു പകപ്പോടെ ഇട്ടോ, തണുപ്പടിച്ചതാ. ഓ, ഇപ്പൊ നല്ല സുഖമുണ്ട്. സമയം കളയാതെ അങ്ങ് ഓപ്പറേഷൻ തീർക്ക് ഡോക്ടറെ. ആ തിരുമാരോട് നിർത്തല്ലേ എന്ന് പറയണേ. സിസ്റ്റർ, ഡ്രിപ്പ്. ഇത് ഈ സെറ്റിലെ ലാസ്റ്റ് ഡ്രേപ്പാണേ. സാർ, ഈ പൊസിഷൻ? നോ പ്രോബ്ലം. ആക്ച്വലി ബെറ്റർ ആടോ. ആ വയറ് കാരണമുള്ള IOP എലിവേഷൻ കുറയും. ദിസ് ഇസ് എ ഗുഡ് പൊസിഷൻ. ലെറ്റ്സ് ഫിനിഷ് ദിസ് ഓഫ് ക്വിക്ലി. എക്സസൈസ് മതി സിസ്റ്ററെ, 5 മിനിറ്റിൽ തീർക്കണം. നൈസ്. സ്നോറിംഗ് പേഷ്യന്റ്. നീഡ് ടു ബി കെയർഫുൾ. കൂർക്കങ്ങൾക്കിടയിലുള്ള ഗ്യാപ്സ് നമ്മൾ പ്രയോജനപ്പെടുത്തണം. വെയിറ്റ്. യെസ്. നൗ ടണൽ, റെക്സിസ്, ഹൈഡ്രോ, പ്രോലാപ്സ്. സ്റ്റോപ്പ്. അടുത്ത കൂർക്കം വരട്ടെ. യെസ്, വന്നു. നെക്സ്റ്റ് ഇസ് ന്യൂക്ലിയസ് ഡെലിവറി. ദിസ് ഇസ് എ ബിഗ് ഹാർഡ് ന്യൂക്ലിയസ്. സീംസ് സ്റ്റക്ക് ഇൻ ദ ടണൽ. എൻലാർജ് ചെയ്യണം. കെർട്ടൺ പ്ലീസ്. സാർ, ഹൗസ് സർജൻസ്. ഇതെന്താ ഇന്ന് ഹൗസ് സർജൻസ് ലേറ്റ് ആയത്? ഇന്ന് അവരുടെ ചേഞ്ച് ഡേ ആണ് സാർ. യെസ് സർ. ഇന്നലെ നൈറ്റ് മുഴുവൻ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു സാർ. വാട്ട് ഈസ് യുവർ നെയിം? സാർ ആൻഡപ്പൻ. ആൻഡപ്പൻ HS, അടുത്ത കേസിന്റെ ഡയലറ്റേഷൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വന്നേ. ഇതിപ്പോ തീരും. ഓക്കെ സാർ. സിസ്റ്റർ, നമ്പർ 7 ഗ്ലൗസ് പ്ലീസ്. പ്യൂപ്പിൾ ഡയലറ്റേഷൻ ചെക്ക് ചെയ്യാൻ ഇവൻ എന്തിനാ ഗ്ലൗസ്? എനിവേ, ഗുഡ്. പ്രിക്കോഷൻസ് എപ്പോഴും നല്ലതാ. ഹി ഹാസ് എ ഗുഡ് ഫ്യൂച്ചർ ആസ് എ സർജൻ. സോ ഗൈസ്, you have come just in time to watch the most crucial step of this surgery. എന്ത് സംശയം ഉണ്ടെങ്കിലും അപ്പൊ തന്നെ ചോദിച്ചോണം കേട്ടോ. ഡോണ്ട് ഹോൾഡ് ബാക്ക്. ചോദ്യങ്ങൾ ചോദിക്കാനുള്ളതാണ്. See, this baby is a hard black one and is stuck in the tunnel. It's going to be a difficult delivery. A very difficult delivery. എടാ, ഡിഫിക്കൽട്ട് ഡെലിവറി ഡിഫിക്കൽട്ട്. Hey buddies, difficult delivery. You give fundal pressure, use support. Come on. ടേബിളിൽ കേറി കിടന്ന് ശ്വാസം വന്ന് വലിച്ചു കയറ്റി ടോയ്ലറ്റിൽ പോണ പോലെ ആഞ്ഞുമുക്ക് കൈ കുത്തി കാല് കുത്തി മാറി മാറി വയറ് നോക്കി ആഞ്ഞുമുക്ക് 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 ആഞ്ഞുമുക്ക്. Come on, Amma, you can, Amma, mukku, Amma. Come on, Amma, you can, Amma, mukku, Amma. Stop. What the hell are you doing? അനങ്ങാതെ കിടക്കമ്മേ. സോറി അപ്പച്ച. അപ്പൊ മുക്കണ്ടേ? അയ്യോ വേണ്ട, അപ്പച്ചൻ ഉറങ്ങിക്കോ. മുമ്പേ പ്രവർത്തിപ്പിച്ച ആ യന്ത്രം ഒന്നുകൂടെ ഒന്ന് ഓണാക്കിക്കോ. ഓ ശരി. എന്ത് വിവരക്കേടാണോ നിങ്ങൾ ഈ കാണിക്കുന്നത്? ന്യൂക്ലിയസ് ഡെലിവറിയാണ് കാറ്ററാക്ട് സർജറിയുടെ ഏറ്റവും ക്രൂഷ്യൽ സ്റ്റെപ്പ്.
ആ സമയത്ത് പേഷ്യന്റിനെ മുക്കിക്കാൻ ഇതെന്താണോ, പ്രസവമാണോ? അപ്പൊ അല്ലേ? അപ്പൊ പിന്നെ ആ വയറോ? ലിപ്തോട്ടമി പൊസിഷൻ? ഗെറ്റ് ഔട്ട്. എല്ലാരും ആ പ്രീ മെഡിക്കേഷൻ റൂമിൽ പോയി നിൽക്കേ. വാട്ട് ഹാപ്പൻ ടു ഹർ? എന്തോ കണ്ട് പേടിച്ചതാ സർ. ഇപ്പൊ ശരിയാവും. ഞാൻ ഇതൊന്ന് തീർക്കട്ടെ. Then I will deal with you idiots. Oh my god, where is the nucleus? I can't see the nucleus. ഐ ക്യാൻ സീ സർ. ആ ന്യൂക്ലിയസ് എന്റെ കയ്യിലുണ്ട് സർ. മുമ്പത്തെ മുക്കലിൽ തെറിച്ചതാണ്, ഞാൻ ചാടി പിടിച്ചു. ഇനിയിപ്പം സാറിന് അയ്യോൽ ഇട്ടാ മതിയല്ലോ. ലെൻസ് ഡെലിവറി നമ്മുടെ ഹൗസ് സർജൻസ് വക ഫ്രീ. അത് ശരിയാ. ലെൻസ് എടുത്തോ സിസ്റ്റർ? വാഷ് ചെയ്തേ കഴിഞ്ഞു. യെസ്, പെർഫെക്റ്റ്. താങ്ക് യു സിസ്റ്റർ. സർ, അവിടെ അടി. നമ്മുടെ ആന്റപ്പനെ ആ അമ്മണിയമ്മ പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡേഴ്സ് അടിക്കുന്നു. അയ്യോ, അതെന്തിനാ? സർ, അവൻ ആ പേഷ്യന്റിന് PV ചെയ്യാൻ ശ്രമിച്ചു. ഓ മൈ ഗോഡ്, ഇതിനാണ് അവൻ ഗ്ലൗസ് നോക്കിയിട്ട് ഒരുങ്ങി പോയത്. ആരാണെങ്കിലും അടിച്ചു പോകും. അവനോട് ആര് പറഞ്ഞു കാറ്ററാക്ട് പേഷ്യന്റ് PV ചെയ്യാൻ? അതാണ് സാർ പ്രശ്നം. അവൻ പറഞ്ഞു യൂണിറ്റ് ചീഫ് അവനോട് പ്രത്യേകം പറഞ്ഞെന്ന്. എന്ത്, PV ചെയ്യണമെന്നോ? അതെ, അതുകൊണ്ട് അവർ തൽക്കാലം അടി നിർത്തി സാറിനെ അന്വേഷിക്കുകയാണ്. വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? ന്യൂക്ലിയസ് ഡെലിവറി സമയത്ത് കുറെ എണ്ണം പേഷ്യന്റിനെ കൊണ്ട് മുക്കിപ്പിക്കുന്നു. പീപ്പിൾ ഡയലറ്റേഷൻ നോക്കാൻ വിട്ട ഒരുത്തൻ അവിടെ PV ചെയ്ത് അടി വാങ്ങിക്കുന്നു. എന്താ സിസ്റ്റർ ഇത്? ഇത് ഒഫ്തൽ തിയേറ്റർ ആണോ അതോ പ്രസവ വാർഡാണോ? സർ, തെറ്റ് നമ്മുടെ ഭാഗത്താണ്. ഈ HSമാരെല്ലാം ഫ്രഷ് ഫ്രം ലേബറും പോസ്റ്റിംഗ് ആണ്. ഇന്നലെ രാത്രി കൂടി 5-6 ഡെലിവറി എടുത്തതാണത്രേ. അതുകൊണ്ട് അവരോട് ഡെലിവറി, ഡയലറ്റേഷൻ എന്നൊക്കെ പറയുന്നത് സൂക്ഷിച്ചു വേണം. ഓ മൈ ഗോഡ്, അപ്പൊ അവൻ പ്യൂപ്പിൾ അല്ല നോക്കിയത്? ആണെന്ന് തോന്നുന്നില്ല സർ. ഏതായാലും ദിസ് ഇസ് എ ലെസൺ ഫോർ us. ലേബർ റൂം പോസ്റ്റിംഗ് കഴിഞ്ഞ് വരുന്ന HSകളെ നേരെ തിയേറ്ററിൽ കയറ്റാൻ പാടില്ല. OPയിൽ ഇരുത്തി ഓറിയന്റേഷൻ കൊടുത്തിട്ടേ കയറ്റാവൂ. അപ്പോ ഇനി ഞാൻ ചെന്ന് അടി വാങ്ങിക്കാം അല്ലേ? അതെ സർ. സർ ധൈര്യമായി പോയി വരൂ. അടിയുടെ കൂടെ എന്തായാലും ശക്തമായ ചോദ്യങ്ങളും ഉണ്ടാവും സർ. ആ ചോദ്യങ്ങളിൽ നിന്നും ഒരു റിഡ്ലി മൊമെന്റ്. ഓ, നിനക്ക് ഇനിയും മതിയായില്ലല്ലേ? സാർ, എന്താ? ലഡു. ഗെറ്റ് ഔട്ട്. തിയേറ്ററിലൂടെ തീറ്റ കയറ്റുന്നോടാ തീറ്റപ്പെട്ടാരമേ. പക്ഷേ അതെങ്ങനെ? അടി തന്നതിന്റെ പുറകെ നിനക്ക് അവര് ലഡുവും തന്നോ? അവരല്ല, അവര് സാറിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇത് ഈ പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡേഴ്സിന്റെയാ സാർ. ഡെലിവറിക്ക് ശേഷം ബൈസ്റ്റാൻഡേഴ്സ് ലഡു വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടെന്ന് ഞാനാ അവരോട് പറഞ്ഞത്. അവരപ്പം തന്നെ വാങ്ങിച്ചു സാർ. സാറിന് മഞ്ഞ ലഡു വേണോ ചുവപ്പ് ലഡു വേണോ? I think our patient wants to say a few words. What a relief. The ordeal is over. And I am really thankful to my cataract surgeon, Dr. Minu Mathan, for giving me vision. Wonderful effort. And I should thank Dr. Tadi George for catching my nucleus before it fell into the soil. Great effort. And Anita Madam, the chief superintendent, nursing superintendent, she conducted everything in the most rhythmic manner. It all went like a smooth dance. And ultimately, it was a great relief. ചോദ്യങ്ങൾ ചോദിക്കാനുള്ളതാണ്. Don't hold back. That is the final message. Yeah. And the whole team is extremely thankful to Biju John for script direction and putting us all into this stage to have skit before you. Thank you. Please give a hand to this gentleman also, because he had put in so much effort. Each time he has to get up, he will be saying that, I can't get up more. You can just keep on doing all this. I need to keep on getting up. So a big hand to our Madhan sir. Thank you all.